ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ. ഏതാണ്? ഫ്യൂജിയാനാണ്. കമ്മീഷൻ ചെയ്തത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ആണ്. 2025 നവംബറിൽ പക്ഷിപ്പനി വ്യാപനം തടയുന്നതിനായി 300-ലേറെ ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യം കാനഡയാണ്. ആരാണ്? കാനഡയാണ്. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് കേട്ടോ. അതാണ് അമീനുദ്ദീൻ ഖാനാണ്. ആരാണ്? അമീനുദ്ദീൻ ഖാനാണ്. 2025 20ാമത് G20 ഉച്ചകോടിയുടെ തീമാണ് സോളിഡാരിറ്റി, ഇക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. വേദി ദക്ഷിണാഫ്രിക്ക ജോഹന്നാസ്ബർഗ് ആണ്. 2024 വേദി ബ്രസീലാണ്. 2024 തീം എന്താണ്? ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോസയാണ്. 2025 ലോക പ്രമേഹ ദിന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതഘട്ടങ്ങളിലുടനീളം പ്രമേഹം എന്നാണ്. ജീവിതഘട്ടങ്ങളിലുടനീളം പ്രമേഹം എന്നതാണ്. പ്രമേഹ ദിനം നവംബർ 14. ഗർഭാശയ ഗളാർബുദ നിർമ്മാർജ്ജന ദിനം നവംബർ 17. ഗർഭാശയ ഗളാർബുദ നിർമ്മാർജ്ജന ദിനം നവംബർ 17. 2025 നവംബറിൽ യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് ആരാണെന്ന് ചോദിച്ചാൽ കീർത്തി സുരേഷാണ്. ആരാണ്? കീർത്തി സുരേഷാണ്. ദ സ്റ്റോറി ഓഫ് ദ വേൾഡ് ചിൽഡ്രൻസ് 2025 എൻഡിങ് ചൈൽഡ് പോവേർട്ടി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന യൂണിസെഫ് ആണ്. യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി ആരാണ്? സിന്ധിയ മെക്കാഫ്രയാണ് കേട്ടോ. 2026 31ാമത് UN കാലാവസ്ഥാ ഉച്ചകോടി വേദിയാവുന്ന രാജ്യം തുർക്കിയാണ്. 31ാമത് UN കാലാവസ്ഥാ വേദിയാണ് തുർക്കി കേട്ടോ. COP30യുടെ വേദി ബ്രസീലാണ്. COP30യുടെ വേദി ബ്രസീലാണ്. ആഗോള കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബെലോം ബ്രസീലാണ് കേട്ടോ. കാലാവസ്ഥാ മാറ്റം മൂലം മനുഷ്യരാശി നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ പ്രത്യേക സാമ്പത്തിക നിധി പ്രഖ്യാപിച്ച സമ്മേളനമാണ് COP30 കാലാവസ്ഥാ ഉച്ചകോടി കേട്ടോ. COP30 നടന്നത് ബ്രസീലാണ്. 2025 നവംബറിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. 2024 കേരളം ഒന്നാമതെത്തിയിരുന്നു. ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ 100 വർഷത്തെ ചരിത്രമുള്ള തൊഴിലാളി സഹകരണ സംഘമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റീവ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റീവ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ഹൂറൂൺ ഇന്ത്യ പുറത്തിറക്കിയ ജീവകാരുണ്യ പട്ടികയിൽ 2025 ഒന്നാം സ്ഥാനത്തെത്തിയത് ശിവനാടാരാണ്. ആരാണ്? ശിവനാടാറാണ്. പ്രമുഖ വ്യവസായിയാണ്. 2025 നവംബറിൽ പുറത്തുവന്ന ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. പട്ടികയിൽ ഒന്നാമത് സൊമാലിയ ആണ്. രണ്ടാമത് ദക്ഷിണ സുഡാനാണ്.